വാർത്തകൾ വിശദമായി. കോട്ടയം ബസോലിയസ് കോളേജ് ക്യാമ്പസിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുടെ ബന്ധുവുമായ കുഞ്ഞില്ലമ്പള്ളിക്കെതിരെ കേസെടുത്തു. കോളേജിലെത്തിയ കുഞ്ഞില്ലമ്പള്ളി പ്രിൻസിപ്പാളിനെയും വിദ്യാർത്ഥികളെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്നും ടി പി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, പീപ്പിൾ TV ഈ വാർത്ത നേരത്തെ നൽകിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങളും നമ്മൾ ഇവിടെ പ്രേക്ഷകർക്ക് മുമ്പിൽ നൽകിയിരുന്നു. വൈകിയെങ്കിലും പോലീസ് ഇപ്പോൾ ഒരു നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? കോളേജിനുള്ളിൽ അതിക്രമം കാട്ടുകയും പ്രിൻസിപ്പലിനെ അസഭ്യം ചെയ്യുകയും ചെയ്ത പരാതിയിലാണ് കോൺഗ്രസ് നേതാവ് കുഞ്ഞില്ലമ്പള്ളിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പരീക്ഷാ ബോർഡ് കൺട്രോൾ ചെയർമാൻ കൂടിയാണ് കുഞ്ഞില്ലമ്പള്ളി. ഒപ്പം മുഖ്യമന്ത്രിയുടെ ബന്ധു കൂടിയാണ് അദ്ദേഹം. മകളെ ഏതാനും പേർ കളിയാക്കി എന്ന പരാതിയിന്മേൽ നടപടി ഉടൻ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിനോട് അടുത്ത് അദ്ദേഹം എത്തുകയുണ്ടായി. അതിനുശേഷം പ്രിൻസിപ്പലിനോട് മകൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ നിലപാടെടുക്കണമെന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ അതിന് വഴങ്ങിയില്ല. ഇതേ തുടർന്ന് പ്രിൻസിപ്പലിന് നേരെ അസഭ്യം ചൊരിയുകയായിരുന്നു. പിന്നീട് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം വിദ്യാർത്ഥികളെയും മറ്റും അസഭ്യം പറയുകയും പ്രിൻസിപ്പലിനെ അസഭ്യം പറയുകയും ഒടുവിൽ പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന കത്തി കാട്ടി കുട്ടികളുടെ നേരെയെല്ലാം വധഭീഷണി മുഴക്കി. ഇത്തരത്തിൽ വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതിനുശേഷം പോലീസ് പ്രിൻസിപ്പൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തിയിരുന്നെങ്കിലും കേസ് സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ എടുത്തിരുന്നില്ല. കാരണം ഇതിനു മുമ്പും ചില കേസുകളിൽ കുഞ്ഞില്ലമ്പള്ളി പ്രതിയാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പിടികിട്ടാപ്പുള്ളിയെ കുഞ്ഞില്ലമ്പള്ളിയെ പ്രഖ്യാപിച്ചിരുന്നു. ഒരു SI ക്രൈംബ്രാഞ്ച് SI മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് ഇതിൽ നിന്നെല്ലാം തന്നെ രക്ഷപ്പെട്ടത്. ഇത്തരത്തിൽ വലിയൊരു തരത്തിൽ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയൊരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു കോളേജിൽ നടന്നതെന്ന്. എന്നാൽ കേസെടുക്കാൻ മടിച്ചപ്പോൾ ഇത് മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് കൈരളി അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ഇതിന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് ഇപ്പോൾ കേസെടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ കോളേജിലുണ്ട്. അതൊന്നും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ചോദിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ കേസ് വേറൊരു തരത്തിൽ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അടക്കം ഉണ്ടായേക്കാം എന്നുള്ള സന്ദേഹവും വിദ്യാർത്ഥികൾക്കിടയിലും ഉണ്ട്. പ്രശാന്ത്, ഇതില് ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കോളേജിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നൊരു വകുപ്പ് മാത്രമാണോ കുഞ്ഞില്ലമ്പള്ളിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? ഇപ്പോൾ നിലവിൽ കോളേജിൽ വന്ന് പ്രിൻസിപ്പലിനെ അസഭ്യം പറഞ്ഞു എന്ന പരാതിയിന്മേലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികളും പോലീസിന് പരാതി നൽകും എന്നാണ് അറിയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് ക്യാമ്പസിൽ ആയുധവുമായി കടന്നു വരികയും വിദ്യാർത്ഥികൾക്ക് നേരെ ഉയർത്തിക്കാട്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത അടക്കമുള്ള സംഭവങ്ങളുണ്ടായ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ കൂടെ പരാതി അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ അവർ സമർപ്പിക്കുമെന്നാണ്, അതായത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും പ്രിൻസിപ്പൽ നൽകിയിട്ടുള്ള, കോളേജിൽ വന്ന് മോശമായി പെരുമാറിയെന്ന് പ്രിൻസിപ്പൽ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കോട്ടയം ബസോലിയസ് കോളേജ് ക്യാമ്പസിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുടെ ബന്ധുവുമായ കുഞ്ഞില്ലമ്പള്ളിക്കെതിരെ കേസെടുത്തു. കോളേജിലെത്തിയ കുഞ്ഞില്ലമ്പള്ളി പ്രിൻസിപ്പാളിനെയും വിദ്യാർത്ഥികളെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു. പീപ്പിൾ TV വാർത്തയെ തുടർന്നാണ് നടപടി. വിവരങ്ങളാണ് കോട്ടയത്ത് നിന്നും TP പ്രശാന്ത് നൽകിയത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രാഥമിക ചർച്ച പൂർത്തിയായതായി KPCC പ്രസിഡന്റ് VM സുധീരൻ. തെരഞ്ഞെടുപ്പ് നീളുന്ന സാഹചര്യത്തിൽ തിടുക്കം ആവശ്യമില്ലെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് AK ആന്റണിയുടെ പേര് നിർദ്ദേശിക്കുമെന്നും സുധീരൻ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക, അതേക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ചില ചർച്ചകൾ നടത്തി. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പും കുറച്ച് നീണ്ടുപോയതുകൊണ്ട് നേരത്തെയുള്ള അത്ര ഒരു അർജൻസി നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് വൈകിട്ടും നാളെയും അടുത്ത ദിവസങ്ങളിലുമായി ഈ ചർച്ച തുടർന്ന് എത്രയും വേഗത്തിൽ പ്രാഥമികമായ ലിസ്റ്റ് തയ്യാറാക്കും. ഇന്ന് മറ്റൊരു പ്രധാനമായ ഒരു ധാരണ, വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് ശ്രീ AK ആന്റണിയെ നിർദ്ദേശിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജഗദീഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പരിഹസിച്ച് KPCC സെക്രട്ടറി രതികുമാർ, അദ്ദേഹം പത്തനാപുരത്ത് നടക്കുന്നത് കലോത്സവമല്ല മത്സരമാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു.
പ്രതികരണത്തിലേക്ക്. പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ മത്സരമാണ് നടക്കേണ്ടത്. കഴിഞ്ഞ 15 വർഷക്കാലമായി UDF-നൊപ്പം നിന്ന് MLA ആയി, മന്ത്രിയായി ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഒരു നിർണായക ഘട്ടത്തിൽ UDF-നെയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെയും തള്ളിക്കളഞ്ഞ് രാജ്യസഭാ ഇലക്ഷനിൽ നമ്മൾ വോട്ട് ചെയ്യാതെ ഇവിടുത്തെ UDF പ്രവർത്തകരെ വഞ്ചിച്ച് ഇടതുപക്ഷം മുന്നിൽ നിൽക്കുന്ന KV ഗണേഷ് കുമാറിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്തിനായി കാത്തിരിക്കുകയാണ്. ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും UDF പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും ഒരു രാഷ്ട്രീയ മത്സരത്തിന് വേണ്ടിയാണ്, അല്ല ഇതൊരു കലോത്സവ മത്സരമല്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ പത്തനാപുരം ജനാധിപത്യ വിശ്വാസികൾ രാഷ്ട്രീയമായി നേടാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, ജഗദീഷിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിൽ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു കാര്യമാണ്. ജഗദീഷ് ഇത് അംഗീകരിക്കുകയും ചെയ്തു. 2 സിനിമാ താരങ്ങളുടെ മത്സരം എന്ന രീതിയിൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനെതിരെയുള്ള വികാരമാണ് ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും കാണുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അനന്ത, ഇത് ഒരു അതൃപ്തി, കോൺഗ്രസിനുള്ളിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പുകയുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം DCC ഭാരവാഹി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ എഴുകോൺ സതീശൻ, അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരിക്കെ അദ്ദേഹം ശക്തമായ നിലയിൽ തന്നെ ഭാഷയിൽ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു. ജില്ലയിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളെ വേണ്ട എന്നായിരുന്നു എഴുകോൺ സതീശൻ പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്ററുകൾ പത്തനാപുരത്ത് വ്യാപകമായി പതിക്കപ്പെട്ടു. അതിൽ പറഞ്ഞത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളെ പത്തനാപുരത്തിന് വേണ്ട, വരുത്തന്മാരെ വേണ്ട എന്ന് അടിവരയിട്ടുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. മാത്രമല്ല, ഈ യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ കോൺഗ്രസിന് വേണ്ടി ചോരപ്പുഴ ഒഴുക്കി സമരത്തിൽ ഏർപ്പെടുകയും ജയിലിലാകപ്പെടുകയും ചെയ്തിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവനും തടഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് പുറമേ നിന്നുള്ളവരെ കെട്ടിയിറക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഉന്നയിച്ചത്. കടൽ കിഴവന്മാരെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്നും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ മുമ്പും പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് KPCC നേതൃത്വമാണ് പറയേണ്ടുന്നത്. ഇത് മുഴുവനും യൂത്ത് കോൺഗ്രസ് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്ററിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഇത് പരസ്യമായത്, എന്നാൽ രഹസ്യമായി തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേതൃനിരയെ മുഴുവനും അറിയിച്ചു കഴിഞ്ഞു. ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ഇനി ജില്ലയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ നേതാവ് മാത്രമേ ഉണ്ടാവൂ, പക്ഷേ MLA ഉണ്ടാകില്ല എന്നൊരു മുന്നറിയിപ്പാണ് അവർ നൽകിയിരിക്കുന്നത്. ജഗദീഷ് എന്തൊക്കെ പറഞ്ഞാലും പത്തനാപുരം സ്വദേശിയോ അല്ലെങ്കിൽ കൊല്ലം ജില്ലാ സ്വദേശിയുമല്ല, അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയെ എന്തുകൊണ്ട് പത്തനാപുരത്ത് മത്സരിപ്പിക്കുന്നു എന്നുള്ള ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ ജില്ലയിലെ മറ്റു കോൺഗ്രസ് നേതാക്കളും ഉന്നയിക്കുന്ന പ്രശ്നം. ഈ വികാരം പങ്കുവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പീപ്പിൾ TVയോട് തന്നെ കൊല്ലം DCC പ്രസിഡന്റായിരുന്ന എഴുകോൺ സതീശീലൻ അദ്ദേഹത്തിന്റെ വികാരം പ്രകടിപ്പിച്ചത്. ഒരു കാരണവശാലും കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ ജനങ്ങൾ ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നും അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞിരുന്നു. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോസ്റ്റർ പ്രചരണവും ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് രതികുമാർ ഇപ്പോൾ ശക്തമായ ഭാഷയിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പോരാട്ടം നടക്കേണ്ട മണ്ഡലമാണ്. ഗണേഷ് കുമാറിനെ ഒരു സിനിമാ നടനായല്ല കാണുന്നത്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായും കഴിഞ്ഞ 3 ടേമുകളായി അദ്ദേഹം പത്തനാപുരത്ത് ശക്തമായ വേരോട്ടം നടത്തുകയും നല്ല നിലയിലുള്ള ഒരു ജനപിന്തുണ അദ്ദേഹത്തിന്, പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെയും സ്ത്രീജനങ്ങളുടെ ഉൾപ്പെടെയുള്ളവരുടെ വലിയ ഒരു പിന്തുണ ഗണേഷ് കുമാറിനുണ്ട്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ നേരിടേണ്ടത് ഒരു സിനിമാക്കാരനെ ഇറക്കി കലോത്സവമാക്കിയുള്ള ഒരു മത്സരം ആക്കി ഇതിനെ മാറ്റരുത് എന്നൊരു മുന്നറിയിപ്പാണ് രവികുമാർ നൽകുന്നത്. രാഷ്ട്രീയ പോരാട്ടം നടക്കേണ്ട മണ്ഡലത്തിൽ കലോത്സവമാക്കാനുള്ള നീക്കം. അതേസമയം ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, BJP സ്ഥാനാർത്ഥി സിനിമാ നടൻ കൊല്ലം തുളസി അവിടെ കൊണ്ടുവരാനുള്ള നീക്കവും തകൃതിയായി നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. പത്തനാപുരത്ത് ജഗദീഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എഴുകോൺ സതീശീലിന് പുറമെ ഇപ്പോൾ KPCC സെക്രട്ടറി രതികുമാറും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നും രാജ്കുമാർ നൽകിയത്. പാലക്കാട് ജില്ലയിലെ നെന്മാറ സീറ്റ് വേണമെന്ന JDU CMP നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ UDF-നായി മത്സരിച്ച JDU CMP കക്ഷികൾ 3ാം സ്ഥാനത്തേക്ക് പോയത് മുൻനിർത്തിയാണ് യൂത്ത് കോൺഗ്രസ് വിമർശനം. കഴിഞ്ഞ തവണ SJDക്ക് അനുവദിക്കുകയും പിന്നീട് കോൺഗ്രസിന് വിട്ടുനൽകുകയും ചെയ്ത സീറ്റാണ് പാലക്കാട് ജില്ലയിലെ നെന്മാറ. ആ സമയത്തു തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടതായാണ് JDU ജില്ലാ നേതൃത്വം പറയുന്നത്. JDU ആവശ്യത്തോട് പരസ്യമായി പ്രതികരിച്ചില്ലെങ്കിലും സീറ്റ് വിട്ടുനൽകേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ പേരുകൾ നെന്മാറയിലേക്ക് DCC KPCC മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച JDU CMP സ്ഥാനാർത്ഥികൾ 3ാം സ്ഥാനത്തേക്ക് പോയതാണ് യൂത്ത് കോൺഗ്രസ് വിമർശനത്തിന് അടിസ്ഥാനം. നെന്മാറ മണ്ഡലം ഘടകകക്ഷികൾക്ക് നൽകാനുള്ളതല്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സജേഷ് ചന്ദ്രൻ പറഞ്ഞു. പരിചിതമല്ലാത്ത വ്യക്തികളും പരിചിതമല്ലാത്ത ചിഹ്നങ്ങളും വരികിൽ അത് നെന്മാറ നിയോജക മണ്ഡലത്തിൽ യേശില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ UDF പിറകോട്ട് 3ാം സ്ഥാനത്തേക്ക് പോയ 2 മണ്ഡലങ്ങളിൽ ഒന്ന് പല്ലശ്ശേനയാണെങ്കിൽ മറ്റൊന്ന് CMP മത്സരിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകാനുള്ള ഇടമല്ല നെന്മാറ എന്നുള്ളത് അതിന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ പല്ലശ്ശേന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF 3ാം സ്ഥാനത്ത് പോകാൻ കാരണം കോൺഗ്രസ് കാലുവാരലാണെന്നാണ് JDU നിലപാട്. കഴിഞ്ഞ തവണ MV രാഘവൻ മത്സരിച്ച സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്ന ആവശ്യമാണ് CMP CP ജോൺ വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോൺഗ്രസ് കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച ഇന്ന് കോട്ടയത്ത് നടക്കും. വൈകിട്ട് 4-ന് നാട്ടകം ഗസ്റ്റ് ഹൌസിലാണ് ചർച്ച. പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകളിൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചേക്കും. പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ പിണക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് മാണി വിഭാഗം. ുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഉടക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് കേരള കോൺഗ്രസ് എം നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ കോട്ടയത്ത് കൂടിക്കാഴ്ചക്കെത്തുന്നത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ VM സുധീരൻ, UDF കൺവീനർ PP തങ്കച്ചൻ, കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധികളായി പാർട്ടി ചെയർമാൻ KM മാണി, MPമാരായ ജോയി എബ്രഹാം, ജോസ് കെ മാണി എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കും. നിലവിൽ 15 സീറ്റുകളാണ് കേരള കോൺഗ്രസ് എമ്മിന് UDFനുള്ളത്. PC ജോർജ് മുന്നണിയും പാർട്ടിയും വിട്ട സാഹചര്യത്തിൽ പൂഞ്ഞാർ സീറ്റ് കോൺഗ്രസ് നൽകണമെന്ന ആവശ്യം സുധീരനടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കും. ഈ സീറ്റ് ലഭിച്ചാൽ കോട്ടയം DCC പ്രസിഡന്റ് ടോമി കല്ലാനിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. അതേസമയം പൂഞ്ഞാർ സീറ്റ് വിട്ടു നൽകില്ലെന്ന നിലപാടിലായിരുന്ന മാണി വിഭാഗം പാർട്ടിയിലെ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടനാട് സീറ്റിന് വേണ്ടിയും കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കാനും സാധ്യതയുണ്ട്. അതേസമയം 3 സീറ്റുകളാണ് കേരള കോൺഗ്രസിന് മലബാറിലുള്ളത്. ഇതിൽ ജയസാധ്യതയുള്ള ഒരു സീറ്റ് വച്ചുമാറണമെന്ന ആഗ്രഹവും മാണി വിഭാഗത്തിനുണ്ട്. UDFോ കോൺഗ്രസോ ഇക്കാര്യങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിനെ പിണക്കാതെ മുന്നോട്ടു പോകാമെന്ന തീരുമാനത്തിലാണ് മാണി വിഭാഗം. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയും ജനകീയതയും പരിഗണിച്ചാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെന്ന് അഖിലേന്ത്യാ സെക്രട്ടറി അബ്ദുൾ സമദ് സമദാനി. മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിരുന്നതായും സമദാനി പറഞ്ഞു. മണ്ഡലങ്ങളിലെ MLAമാരുടെ പ്രവർത്തനവും വിജയസാധ്യതയും നോക്കിയാണ് മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി നിർണയം. ഒപ്പം പുതുമുഖങ്ങൾക്കും അവസരം നൽകി. ഭരണ തുടർച്ചയ്ക്ക് മുസ്ലിം ലീഗ് നേതൃപരമായ പങ്കുവഹിക്കുമെന്നും അബ്ദുൾ സമദ് സമദാനി പറഞ്ഞു. അതിൽ വളരെ പാർട്ടി നേതൃത്വം വളരെ ആലോചിച്ച് പ്രവർത്തകരുടെ വികാരം, മാത്രമല്ല തെരഞ്ഞെടുപ്പ് വിജയം, ഈ ഘടകങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അത്യാവശ്യം നല്ല പട്ടികയാണ് ലീഗ് രൂപം കൊടുത്തിട്ടുള്ളത്. താൻ മത്സരിക്കാനില്ലെന്ന് നേരത്തെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പാർലമെന്ററി രംഗത്തുനിന്ന് മാറി നിന്ന് സംഘടനാ പ്രവർത്തനങ്ങളിൽ കരുത്തോടെ ഇടപെടും. അതൊരു പഴയ തീരുമാനം വെച്ച് പിന്മാറിയതല്ലത്, നേരത്തെ തന്നെയുള്ളൊരു തീരുമാനമാണ് സാലി. അത് വളരെ കാരണം എനിക്ക് ഒന്നാമത് ഈ ഒരു ടേം പൂർത്തിയാക്കണം, ഇവിടെ നല്ല രീതിയിൽ ജനങ്ങളോട് കൊടുത്ത വാക്ക് പാലിക്കണം, പ്രത്യേകിച്ച് വികസനം, അത് ഞാൻ വളരെ കാര്യമായി കണക്കിലെടുത്തു. സാംസ്കാരിക രംഗത്ത് സജീവമാകുമെന്നും സമദാനി പറഞ്ഞു. മുസ്ലിം ലീഗിലെ നിലവിലെ MLAമാരിൽ അബ്ദുൾ സമദ് സമദാനി, C മോയിൻകുട്ടി, KNA ഖാദർ, മുഹമ്മദ് ഉണ്ണി ഹാജി എന്നിവരാണ് മത്സരിക്കാനില്ലാത്തത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മാർച്ച് 20-നകം 140 മണ്ഡലങ്ങളിലേക്കുമുള്ള LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. CPIM സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് വിഭാഗത്തെ സഹകരിപ്പിക്കുന്ന കാര്യം LDFൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും കോടിയേരി പറഞ്ഞു. ഏത് സമയത്തും ഇലക്ഷനെ നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സന്നദ്ധമാണ്. ഇലക്ഷനിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾക്ക് CPIMഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വ്യക്തമായിട്ടുള്ള രൂപം നൽകുന്നതായിരിക്കും. ഇടതുപക്ഷ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സ്ഥാനാർത്ഥി പട്ടിക മാർച്ച് മാസം 20-ാം തീയതിയോടുകൂടി പ്രഖ്യാപിക്കാൻ കഴിയും.
ബാർക്കോഴ കേസിൽ KM മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിജിലൻസ് SP സുകേശൻ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിൽ ഇന്ന് വിജിലൻസ് കോടതി വിധി പറഞ്ഞേക്കും. നേരത്തെ വസ്തുതാ റിപ്പോർട്ടിൽ KM മാണിക്ക് ബാർക്കോഴ ഇടപാടിൽ വ്യക്തമായ പങ്ക് ഉണ്ടെന്ന് സുകേശൻ റിപ്പോർട്ടിൽ എഴുതിയിരുന്നുവെങ്കിലും അന്തിമ റിപ്പോർട്ടിൽ മാണിയെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു. ഇതിനെതിരെ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം നടന്നത്. മാണിയെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി മുൻ നിലപാടുകളിൽ നിന്ന് വിജിലൻസ് പിന്നാക്കം പോയത് എതിർകക്ഷികൾ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. നേരത്തെ ഇതേ കോടതിയിൽ നിന്നുള്ള പരാമർശങ്ങൾ KM മാണിയുടെ രാജിയിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളിലേക്ക് എത്തിച്ചത്. തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കരുതെന്ന് VS ബിജു രമേശ് എന്നിവർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കും. പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും. ഫ്ലെക്സ് ബോർഡിൽ വെച്ച തലവാചകത്തിലെ അർത്ഥം മാറിയപ്പോൾ ആശയം തന്നെ മാറിപ്പോയതിന്റെ നാണക്കേടിലാണ് തലസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ. മന്ത്രി VS ശിവകുമാറിന് അഭിവാദ്യം അർപ്പിച്ച് സ്ഥാപിച്ച ബോർഡാണ് പുലിവാലായത്. മന്ത്രി VS ശിവകുമാറിന് അഭിവാദ്യം അർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന് സൂക്ഷിച്ചു നോക്കുക. ഇതെന്റെ ക്യാപ്ഷനാണ്, ഇത് ആർക്കും കൊടുക്കില്ല. ഇത് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ. എന്റെ ക്യാപ്ഷൻ ഞാൻ കൊടുക്കില്ല, തരില്ല 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 തരില്ല. സാഹിത്യത്തിൽ തൽപരനായ ഏതോ യൂത്ത് കോൺഗ്രസ് നേതാവ് ഖടാകടിയൻ മലയാളത്തിൽ ചാലിച്ചെഴുതിയ വാചകമെന്നൊക്കെ തോന്നുമെങ്കിലും സംഗതി വളരെ സിമ്പിളാണ്. വാഗ്ദാനം മാത്രമേ ഉള്ളൂ എന്നാണ് എഴുതി വച്ചിരിക്കുന്നതിന്റെ പച്ച മലയാളം. ഈ ക്യാപ്ഷൻ നിങ്ങളുടെ പ്രോഡക്റ്റിന് പറ്റില്ല പറ്റില്ല പറ്റില്ല. തിരുവനന്തപുരം വലിയശാല അഗ്രഹാരത്തിലെ ജ്യോതിപുരം ലൈനിൽ പണിയാൻ പോകുന്ന ഡ്രൈനേജിന് 60 ലക്ഷം രൂപ അനുവദിച്ചതിന്റെ കഥ നാട്ടുകാർ പറഞ്ഞു തരും. ഇവിടെ ഒരു വാഗ്ദാനം പറഞ്ഞേ ഉള്ളൂ, ഇവിടെ ചെയ്തിട്ടുമില്ല. 60 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ് മാത്രമേ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. സാങ്ഷനായി, പക്ഷേ ഇതുവരേക്കും ഒന്നും നടന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കണം. ഇതിൽ ഒരു പുരോഗതി ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇതൊക്കെ റെയിൽവേക്കാർ ഉണ്ടാക്കിയതാണ്, ഇതിൽ വെട്ടിമറിച്ച്. സംഗതി ശിവകുമാറിനെ പുകഴ്ത്താൻ വേണ്ടി സ്ഥാപിച്ച ബോർഡാണെങ്കിലും ആശയം തിരിച്ചടിച്ചിരിക്കുന്നതിനാൽ പ്രദേശവാസികൾ ഇപ്പോൾ ഊറിച്ചിരിക്കുകയാണ്. ബോർഡ് വെച്ചവർ ആരെന്ന് കണ്ടെത്താൻ പാർട്ടിക്കാർ അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. ഓഹോ, അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിറ്റ് കാശാക്കാം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. വ്യക്തികളെക്കുറിച്ചല്ല രാജ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് കനയ്യ പീപ്പിൾ TVയോട്. രാജ്യദ്രോഹം ചാർത്തുന്ന നിയമം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പോരാട്ടം തുടരുമെന്നും കനയ്യ വ്യക്തമാക്കി. കേരളത്തിലും പശ്ചിമബംഗാളിലും അടക്കം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണം നടത്തുന്ന കാര്യം യൂണിയനുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പോരാട്ടം തുടരുമെന്നും കനയ്യ പറഞ്ഞു. 21 ദിവസത്തിന് ശേഷം തീഹാർ ജയിൽ മോചിതനായി JNUവിലെത്തിയ കന്യാകുമാർ ആദ്യമായി ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. JNU വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കന്യാകുമാർ ഇപ്പോൾ പീപ്പിൾ TVക്കൊപ്പം ചേരുകയാണ്. ഹെൻസ് ദ പോലീസ് സെഡിഷൻ കേസ് അഗെയിൻസ്റ്റ് യു ആൻഡ് ഓൾസോ വാട്ട് യു തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ഉമർ ഖാലിദ് ആൻഡ് അനിർബൻ ഭട്ടാചാര്യ ആൻഡ് സോ ഓൺ. See, I am not thinking about an individual. I am thinking about the nation, and I am thinking about how the sedition is being used as a political tool. So my whole struggle will be to scrap the sedition as a law, one thing, and those who are booked under this act, there should be a release for them. Hence, you raised the voice against central government, some decision and so on. Hence, these, according to these follow-up, some illegal activities, fake videos, and also some happenings are there. Is the result of saffronization of JNU? See, continuously we organized and we did a political struggle for the against the anti-people policies, and we do it. I am a political activist, so I don't think and I do not take botheration for the legal battle more. What do you think about this Smriti Irani stand on Rohit Vemula issue? Very wrong, very immoral and very irresponsible, and I condemn Smriti Irani for his statement in the parliament. And legislative election have been going on West Bengal, Kerala and so on. Will you any plan to participate in it? Our union will decide. JNUവിനെ നിശബ്ദമാക്കാൻ അനുവദിക്കില്ലെന്നും നീതിക്കായി പോരാട്ടം തുടരുമെന്നും കന്നയ്യ വ്യക്തമാക്കി. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.